ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നിഫ്റ്റി തന്നെ നമുക്ക് പരിശോധിക്കാം. ഇന്നലെ 22,573 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഏതാണ്ട് 225 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പോടുകൂടി 22,798 ഓപ്പൺ ചെയ്തത്. എന്നാൽ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇവിടെ സ്വാഭാവികമായി നമുക്കറിയാം, സാധാരണഗതിയിൽ ഇത്തരം ഇന്നലെ ഒരു ഓപ്ഷൻ വാങ്ങിയിടുകയോ സ്റ്റോക്സ് വാങ്ങിയിടുകയോ ചെയ്തിട്ടുള്ളവർ ഇന്ന് പ്രോഫിറ്റിൽ ഓപ്പൺ ആവുമ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ ഒരു ശ്രമം അതിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നത് തന്നെയായിരിക്കും. കാരണം നിഫ്റ്റി കഴിഞ്ഞ ദിവസമൊക്കെ അത്രയും വലിയ മൂവ്മെന്റിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ കിട്ടിയ ലാഭം എടുത്തതിന് ശേഷം വീണ്ടും റീ എൻ്റർ ചെയ്യാം എന്ന കണക്കിലാവാം, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആവാം. എന്തായിരുന്നാലും ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ വളരെ വേഗം ഇന്നലെ രേഖപ്പെടുത്തിയ ഉയരത്തിലോട്ട് നിഫ്റ്റി തിരിച്ചു വന്നിരുന്നു. അതിനുശേഷം ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകാനുള്ള പുറപ്പാടാണ് എന്ന്. അങ്ങനെ തിരിച്ചറിഞ്ഞവർക്ക് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു കോൾ ഓപ്ഷൻ വാങ്ങിയിരുന്നെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന അടുത്ത ലെവലായ 22,884 എന്ന ലെവലിലേക്ക് വ്യക്തമായ ഒരു ട്രേഡിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ ഈ ഏരിയയിൽ ഓപ്പണായി ഒരു ഗ്യാപ് ഡൗൺ കിട്ടി വീണ്ടും ഒരു അപ്വേർഡ് റിവേഴ്സൽ വരികയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ സെല്ല് ചെയ്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് അതല്ലെങ്കിൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ആ പറഞ്ഞതുപോലെ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു, വീണ്ടും പെട്ടെന്ന് കിട്ടിയ ഡിക്ലൈനിൽ ഈ സപ്പോർട്ട് സോണിൽ വന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ തന്നെ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഇന്നലത്തെ ക്ലോസിംഗ് ലെവൽ അതെല്ലാം നല്ല റേഞ്ച്, വളരെയധികം ഡിസ്റ്റൻസ് ഉള്ള പോയിന്റുകൾ തന്നെ എങ്കിൽ പോലും ആ ലെവലുകളെങ്കിലും കണക്കാക്കിക്കൊണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും 670 നിന്നും 914 പോയിന്റിന്റെ ഒരു അപ്പ് മൂവ് ആണ് കിട്ടിയത്. ഒരു വൺ ഡയറക്ഷൻ മൂവ്മെന്റ് ആയിരുന്നു. ഏതാണ്ട് ഒരു 250 പോയിന്റിന്റെ മൂവ്മെന്റ് ലഭിച്ചിരുന്നു. ഒരു നല്ല ട്രേഡ് ആയിരുന്നു. എന്നാൽ ഈ ഏരിയയിൽ നിന്നും കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്തിരുന്നു, ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇതിവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ വന്നാലും ഈ ലെവൽ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും അപ്വേർഡ് പോവുകയാണ് വേണ്ടത്. എന്നാൽ ഇവിടെ നിന്നും കൃത്യമായും അത് ആ ലെവലിന് മുകളിൽ ഹോൾഡ് ചെയ്യാതെ ഡിക്ലൈൻ പോരുന്നത് കണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴെങ്കിലും ഒരു പുട്ട് ഓപ്ഷൻ എടുത്ത ഏതൊരാൾക്കും ഒരു ഡേയ്സ് ഹൈ കൊടുത്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. വളരെ ഷാർപ്പായി ഇന്നലത്തെ ഹൈയിലോട്ട് തന്നെ വീണ്ടും പ്രൈസ് എത്തി. അത് കണ്ടു നിന്ന് വീണ്ടും വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ വീണ്ടും സെല്ല് ചെയ്തവർക്കും പ്രോഫിറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ പ്രൈസ് ഈ ലെവൽ വിട്ട് താഴെ പോകാൻ തയ്യാറായിരുന്നില്ല. ഈ ലെവലിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യത്തക്ക രീതിയിൽ ഞാൻ അത് ഒരു ഹീറോ സീറോ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്തേക്കാം എന്നുള്ള കണക്കൂട്ടലിൽ ഈ ഏരിയയിൽ നിന്നും ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു ഓർഡർ നമ്മുടെ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ആദ്യമേ തന്നെ ട്രേഡ് ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എങ്കിലും വീണ്ടും അതേ ഏരിയയിൽ വന്ന് ബ്ലാക്ക് ലൈനായി ഞാൻ രേഖപ്പെടുത്തിയിരുന്നിടത്ത് വന്ന് ടെസ്റ്റ് ചെയ്ത് റെഡ് ലൈൻ, അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ കീപ്പ് ചെയ്തുകൊണ്ട് തീർച്ചയായും പ്രൈസ് ഇവിടെ നിന്നും വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്തിരുന്നു. എന്നാൽ ടൈം പോയത് കൊണ്ട് ഈ ഏരിയയിൽ നിന്നും ഉള്ള അപ്പ് മൂവ്മെന്റിന് പ്രീമിയത്തിൽ അത്ര വലിയ ഹൈക്ക് ലഭിച്ചിരിക്കാൻ ഇടയില്ല. എങ്കിലും പൊസിഷൻ എടുത്തവർക്ക് തീർച്ചയായും ഒരുമാതിരി പ്രോഫിറ്റിൽ എക്സിറ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്ന് കിട്ടിയ ട്രേഡുകൾ. തീർച്ചയായും ഈ ഒരു ട്രേഡ് നല്ല രീതിയിൽ എടുത്തവരുണ്ട്, ഈ ട്രേഡും എടുത്തവരുണ്ട്. അതിനുശേഷം ഈ പൊസിഷൻ കൊടുത്തവർ അത്രയും നേരം കാത്തുനിന്നും ട്രേഡ് എടുക്കാതിരുന്ന ഈ പൊസിഷൻ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അത് എടുത്തവരും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽപ്പെട്ട പലരും, ഇത്തരം പ്രോഫിറ്റ് നേടിയ പലരും ഡയറക്റ്റ് എനിക്ക് അവരുടെ സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയ വിവരം രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം ലോസുകൾ വരുന്നവരും രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ ഇന്ന് പൊതുവെ പ്രോഫിറ്റ് കിട്ടിയവരാണ് കൂടുതലായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായിരുന്നാലും എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. 22,642 എന്ന ലെവലാണ്, അതായത് ഇന്നത്തെ ലോ ആണ് ഞാൻ ആദ്യത്തെ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ഉയരം, ഇന്ന് രേഖപ്പെടുത്തിയ ഹൈ 22,910 എന്ന ലെവൽ ആണ് ഞാൻ ആദ്യത്തെ റെസിസ്റ്റൻസ് ആയി, അത് ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന ലെവലിലാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈനർ സപ്പോർട്ടായി
22,726 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരമായ ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചെറിയ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നു. ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ തരികയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ 23,059, 23,110, 150, 23,222, 23,340 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയേക്കാം. എന്നാൽ പ്രൈസ് ഇത്ര വേഗം അങ്ങോട്ടേക്ക് കയറി പോകുമോ, പുതിയ ഉയരത്തിലോട്ടൊക്കെ പോകുമോ എന്ന് സംശയമാണ്. കഴിഞ്ഞ ദിവസം ഇത്രയും വീണതല്ലേ, നാണംകേട് ഉണ്ടാവില്ലേ? അതുകൊണ്ട് നിഫ്റ്റി അത്ര വേഗം അങ്ങ് കയറി പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഏതായിരുന്നാലും ഈ 23,150 ലെവൽ വരെയൊക്കെ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിലും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചുകൊണ്ട് വേണം അപ്പോൾ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ചെയ്യാൻ. പ്രോഫിറ്റ് കിട്ടുന്നത് നഷ്ടപ്പെട്ടു പോകാതെ ലോക്ക് ചെയ്തുകൊണ്ട് വേണം ട്രേഡ് ചെയ്യാൻ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയാണ് എങ്കിലും ഈ ലെവലിൽ വന്നതിന് ശേഷവും പ്രൈസിന് അപ്വേർഡ് പോകാവുന്നതാണ്. അതുകൊണ്ട് ഈ ലെവലിൽ വരുമ്പോൾ തന്നെ വേണമെങ്കിൽ പ്രോഫിറ്റ് എടുക്കാം. ഇവിടുത്തെ ക്ലോസിംഗ് എങ്ങനെയെന്ന് നോക്കിയതിനു ശേഷം മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തുകയാണ്. അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യുക. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് തീർച്ചയായും അതുവരെ രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴെ ഒരു ആ ലെവൽ വരെയാണ്. എന്നാൽ അതിന് താഴെ വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ, ഈ ലെവലിന് താഴോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിക്കുള്ള ഒരു സെല്ലിംഗ് വീണ്ടും ഉണ്ടായേക്കാം. എന്നാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ നമ്മുടെ ഗവൺമെന്റ് സൃഷ്ടിക്കൽ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു അവ്യക്തത കൊണ്ട് പ്രൈസ് വളരെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ അപ്വേർഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുകയുള്ളൂ. എന്നാൽ ഫാളാവുകയാണെങ്കിൽ ഒരുപക്ഷെ വളരെ വേഗം ഫാളായേക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഒരു സ്റ്റോപ്പ് ലോസ്, അത് നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരമുള്ള ഒരു സ്റ്റോപ്പ് ലോസ്, നിങ്ങളുടെ അനുഭവത്തിനും അറിവിനും കണക്കായ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഡയറക്ഷൻ തിരിഞ്ഞു പോയാൽ, ട്രെൻഡ് തിരിഞ്ഞു പോയാൽ നമ്മളുടെ പ്രീമിയം വാങ്ങിയ തുക പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അത്രയും റേഞ്ചിലോട്ട് നിഫ്റ്റി ആണേലും മറ്റ് ഇൻഡെക്സുകളാണേലും മൂവ് ചെയ്തേക്കാം. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു എന്ന് കണ്ടാൽ അതുവരെ സംഭവിച്ച ലോസ് ബുക്ക് ചെയ്യുക തന്നെയാണ് ഏറ്റവും ഉചിതമായ ട്രേഡിംഗ് രീതി. ഓക്കെ, അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 49,676 എന്ന ലെവൽ, അതായത് ഇന്നത്തെ ഉയരമാണ് ഞാൻ ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 48,801 എന്ന ലെവലാണ് പ്രധാന സപ്പോർട്ടായി കണക്കാക്കുന്നത്. എങ്കിലും അതെല്ലാം ഭയങ്കര റേഞ്ച് തന്നെയാണ്. എങ്കിലും അതിനിടയിൽ ഒരു മൈനർ സപ്പോർട്ടായി ഈ ലെവൽ കണക്കാക്കുന്നു. അത് 49,096 എന്ന ലെവലാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ തന്നെ ഒരു ക്ലോസ് 5 മിനിറ്റ് 15 മിനിറ്റ് വേണ്ടി ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ബാങ്ക് നിഫ്റ്റി അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 50,100, 50,396,
50,610, 50,892 എന്നിങ്ങനെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ് എങ്കിൽ പോലും ഇതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് 49,096 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ് എങ്കിലും അതിന് താഴെയായി ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, എന്ന് പറഞ്ഞാൽ 48,800 എന്ന ലെവലിനൊക്കെ താഴോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ വന്നേക്കാം, ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്ന് കരുതുന്നു. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്ന് നോക്കാം. 75,296 എന്ന ലെവലാണ് സെൻസെക്സിലെ പ്രധാന ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായി ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ 74,471 എന്ന ലെവലാണ് ആദ്യത്തെ സപ്പോർട്ട് സോണായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനിടയിൽ ഒരു മൈനർ സപ്പോർട്ടായി 74,742 എന്ന ലെവൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരമായ 75,296 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അപ്പോൾ ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്പോഴ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമായി കാണാം എന്ന് കരുതുന്നു. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. ഈ ലെവലിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ്. ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആയാൽ പ്രൈസ് വീണ്ടും ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. കാണാമെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം താല്പര്യമെങ്കിൽ വ്യക്തമായി ആ ലെവലുകൾ രേഖപ്പെടുത്തുക. ഡൗൺ സൈഡിലോട്ടുള്ള ടാർഗറ്റുകൾ ഈ തരത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് സോണുകളാണ് ഞാൻ ഈ തിക്ക് ബ്ലൂ ലൈനിൽ ഉള്ള ലൈനുകളായി ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഗുണകരമാകുന്നു എന്ന് തോന്നുമെങ്കിൽ. എന്നാൽ സ്ഥിരമായി നമ്മുടെ വീഡിയോ കാണുകയും ട്രേഡ് ചെയ്യാൻ ഇത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നവർ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈക്കുകൾ, കമൻറ്റുകൾ എന്നിവ യൂട്യൂബ് നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. ആയതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്ന് കരുതുന്നു. നമ്മൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെയും നല്ല മൂവ്മെൻറ്റുകൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.